ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേര ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇത് ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പഫ്സൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞൊരു സ്നാക്കാണ്. നല്ല ലെയറുകളായിട്ട് ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരീൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചൂടുവെള്ളമല്ല കേട്ടോ, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ, ആട്ടയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം മൈദയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൈദ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കരുത്. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കും. അപ്പോൾ വെള്ളം ഒരു പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുന്ന ഒരു സമയം മതി. ഈ ഒരു സമയത്ത് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഉള്ളി അരിഞ്ഞ് അതിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറുപയറിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്കുള്ളൊരു മസാലകളാണ്. അപ്പോൾ ചെറുപയറിൻ്റെ അളവ് കൂട്ടുമ്പോൾ നിങ്ങൾ ഉള്ളിയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കണില്ല. ചെറുപയറിൽ പച്ചമുളക് അടിക്കണം ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത കാരണം തന്നെ മുളക് ചേർക്കണില്ല. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല കുറവായത് കാരണം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളകും മഞ്ഞളും മല്ലിയും ഗരം മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. ചിക്കൻ മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുപയർ ഉപ്പിട്ടിട്ട് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് ആ ഒരു ചെറുപയർ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയറിൻ്റെ മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ മസാല തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് പൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി കോയിൽ വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിൽ ഒന്ന് അമർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ്. പൂരിയുടെ ആ ഒരു വലിപ്പത്തിലൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അരിപ്പൊടിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ഇടയിലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഓരോ പൂരി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഈ ഓയിലിൻ്റെ ഈ ഒരു മിക്സ് തേച്ചിട്ട് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക. എത്രണ്ണം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. കൂടുതൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലെയറുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പരത്താൻ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 8 9 ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 സെറ്റായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു സെറ്റ് വെച്ചിട്ട് ബാക്കിയുള്ളത് വീണ്ടും രണ്ടാമതായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഓയിലിൻ്റെ മിക്സ് നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ആ ലെയറുകളിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മളിതുപോലെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഓയിലിൻ്റെ ഒരു മിക്സ് നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഓയിലിൻ്റെ ആ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നങ്ങോട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു രണ്ട് സൈഡ് ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എത്ര വലിപ്പം വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മുറിച്ചെടുത്താൽ മതി.
അപ്പോൾ ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ കഷ്ണങ്ങളും നല്ല പോലെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മളിതൊന്ന് മടക്കിയിട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ പണി. പക്ഷേ കുറച്ച് സമയം നമുക്ക് ഈ ഒരു പരത്തിയെടുക്കാനൊക്കെ ഒരു ഇത്തിരി സമയം വേണമെന്നുള്ളൂ. അത് പ്രസ്സിലൊക്കെ ഇട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചെറുപയറിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു പൊറോട്ടകളുടെ ആ ഒരു ഷേപ്പിലായിട്ടാവും നമുക്ക് കിട്ടുക. ഇതിൻ്റെ പുറം ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറുപയറിൻ്റെ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മടക്കിയെടുക്കാം കേട്ടോ. കോണായിട്ട് അങ്ങനെയൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ സമൂസൻ്റെ ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്കി വരുന്ന ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പരത്തിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് എല്ലാം ഇതുപോലെ തന്നെ പരത്തിയിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് കൂടി പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം. ഇനി നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓയിലിന് കോരി മാറ്റുന്ന സമയത്ത് നമ്മൾ തീയൊന്ന് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഓയിൽ കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോന്നായിട്ടോ രണ്ടെണ്ണം ഇട്ടിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ ഒരുപാട് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ വീട്ടിൽ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുപയറൊക്കെ പെട്ടെന്ന് തന്നെ കാലിയായി പോകും കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല പഫ്സൊക്കെ പോലെ നല്ല ക്രിസ്പായിട്ടാവും ഇരിക്കുക. നമ്മൾ ലെയറുകളായത് കാരണം തന്നെ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ നമ്മളൊരു പൂവട ഉണ്ടാക്കുന്ന ആ ഒരു ഇതല്ല കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ നല്ല പോലെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ട മസാലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടും ടേസ്റ്റിനനുസരിച്ചിട്ടും മാറ്റങ്ങളൊക്കെ വരുത്താം. ചെറുപയറിൽ എന്തൊക്കെയാണെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഫ്രൈ ചെയ്യണേ ഞാൻ കാണിക്കണില്ല, ഒരുപാടായി പോവും വീഡിയോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.